ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം. ബയോമൈനിങ് പൂർത്തിയാകാതെ കരാറുകാർക്ക് 2 കോടി രൂപ അധികം നൽകിയതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ആരോപിച്ചു. ബയോമൈനിങ് നിലച്ച മട്ടാണ്. വൻ കൊള്ളയാണ് ഇവിടെ നടന്നതെന്നാണ് ആക്ഷേപം. കരാറുകാരെ വിളിച്ചുവരുത്തി വീഴ്ച പരിശോധിക്കണമെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനനും കൗൺസിലിൽ ആവശ്യപ്പെട്ടു. കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കടുത്ത വിമർശനവും കൗൺസിലിൽ ഉയർന്നു. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ 6 പതിറ്റാണ്ടായി തള്ളിയ മാലിന്യം ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ചു മാറ്റുന്ന പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതായാണ് ആക്ഷേപം. ചേലോറയിലെ കൗൺസിലർ കെ പ്രദീപനാണ് വിഷയം കൗൺസിലിനു മുമ്പാകെ ഉയർത്തിയത്. മഴയ്ക്ക് മുമ്പ് മൈനിങ് പൂർത്തിയാക്കണമെന്നായിരുന്നു പ്രദീപന്റെ ആവശ്യം. ബയോമൈനിങ്ങിൽ വൻ അഴിമതി നടന്നതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ആരോപിച്ചു. 1 കോടിയുടെ ബയോമൈനിങ് നടത്തിയതിന് 3 കോടി രൂപ കരാറുകാരന് കൊടുത്തു എന്ന ആരോപണവും പി കെ രാഗേഷ് ഉന്നയിച്ചു. ഏകദേശം 1 കോടി രൂപയുടെ മാലിന്യമാണ് അവിടെ ബയോമൈനിങ് നടന്നതെങ്കിൽ 3 കോടി രൂപയിലധികം ബന്ധപ്പെട്ട കരാറുകാരൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കാൻ പറഞ്ഞെങ്കിലും ഇതുവരെയായി അതിന്റെ പരിപൂർണമായ യാതൊരുവിധ കണക്കുകളോ റിപ്പോർട്ടുകളോ വന്നിട്ടില്ല. ഇവിടെ ഇതൊക്കെ നടന്ന പകൽ വെട്ടിക്കൊള്ള എന്നാണ് ഇതിന്റെ അടിസ്ഥാനപരമായി പറയേണ്ട പേര്. ബയോമൈനിങ്ങിനെ കുറിച്ച് ഉയർന്ന ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ അംഗം അഡ്വക്കേറ്റ് പി കെ അൻവറും ആവശ്യപ്പെട്ടു. ബയോമൈനിങ് നിലവിൽ കാര്യക്ഷമമല്ലെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനും പറഞ്ഞു. ഇത് അനുവദിക്കരുത്. ആ കരാറുകാരനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്നും നടപടി സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ടി ഒ മോഹനും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ആ കരാറുകാരനെ വിളിച്ച് ചേർത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണം. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് കുറേയൊക്കെ. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പം ജനുവരി മാസം 1-ാം തീയതിയാണ്. ഒരു ഏപ്രിൽ മെയ് ആ സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മഴയാണ്. ഇതിന് മുൻപായിട്ട് തന്നെ ഈ പ്രവൃത്തി നടത്താൻ മാത്രമേ ഈ സംഗതി തീരൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന കരാറുകാരൻ്റെ ഭാഗത്ത് എന്താണ് വീഴ്ച, അതെങ്ങനെയാണ്, നിലവിലെ സംഭവം എന്താണ് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ ഇത് നീട്ടുതെറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷവും. അഴിമതി ആരോപണം മേയർ നിഷേധിച്ചു. ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് എതിരെ നിശിത വിമർശനവും കൗൺസിലിൽ ഉയർന്നു. ഗുണഭോക്താക്കൾക്ക് വീടുണ്ടാക്കുന്നതിനുള്ള വിഹിതം തടയുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായി ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ കൗൺസിലർമാർ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംശയാസ്പദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതായി മുസ്ലിം ലീഗ് അംഗം KP അബ്ദുൾ റസാഖും ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും മേയർ മുസ്ലിം മഠത്തിലും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.